ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇടവമാസത്തിലെ ചതയം മുതൽ മിഥുനമാസത്തിലെ ചതയം വരെ ഗുരുദേവ ചരിതങ്ങളിലൂടെ നമ്മൾ ഒരു തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ പലവിധ വ്രതവും നോക്കാറുണ്ട്. ഷഷ്ഠി വ്രതം, ചതയവ്രതം, തിങ്കളാഴ്ച വ്രതം, അങ്ങനെ ശനിവാര വ്രതം, തരത്തിലാണ് വ്രതങ്ങൾ. എന്നാൽ ഇവിടെ വ്യത്യസ്തമായൊരു വ്രതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. മഹാഗുരുവിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ വ്രതം നോക്കിയ ഒരു ഭക്തൻ. ഗുരുവിന് ഭക്ഷണം നൽകുന്നതും ഗുരു ഉണ്ടതിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുന്നതും പുണ്യവും പാപവിമോചനകരവും ആയുരാരോഗ്യ സൗഖ്യദായകവുമാണെന്ന് നാട്ടിൽ പരക്കെ അനുഭവത്താൽ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് ഗുരു എവിടെ എഴുന്നള്ളിയാലും എല്ലാവരും ഗുരുവിന് ഭക്ഷണം തയ്യാർ ചെയ്ത് സമർപ്പിക്കുന്നതിൽ ഉത്സുകരായിരുന്നു. ശിവഗിരി സ്കൂളിൻ്റെ ധനസമ്പാദനത്തിന് വേണ്ടി സംഭാവന പണം സ്വീകരിക്കാൻ കൊല്ലത്തെത്തിയപ്പോൾ ഗുരു വിശ്രമിച്ചിരുന്നത് മങ്ങാട്ട് ശ്രീ കാർത്തികേയ ക്ഷേത്രത്തിലായിരുന്നു. ഗുരുവിന് വേണ്ടുന്ന ഭക്ഷണം ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശവാസികളായ ഭക്തജനങ്ങൾ തയ്യാർ ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന് അല്പം അകലെയുള്ള പപ്പുപിള്ള എന്ന നായർ പ്രമാണി ഗുരുവിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കണമെന്ന വ്രതത്തിലായിരുന്നു. ഗുരു ശ്രീ കാർത്തികേയ ക്ഷേത്രത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞതോടെ ആ പ്രമാണി വിശേഷമായ ആഹാരങ്ങൾ തയ്യാർ ചെയ്തു. ഗുരുവിന് ഒപ്പമുള്ളവർക്കും കൂടി കരുതിയാണ് ആഹാരം തയ്യാർ ചെയ്തത്. ഇത് മറ്റാരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഗുരുവിനെ ക്ഷണിക്കാൻ പല ഗൃഹസ്ഥ ഭക്തന്മാരും എത്തി. എന്നാൽ ഗുരു അവരുടെ ക്ഷണം സ്വീകരിക്കാതെ മറ്റെന്തിനെയോ ചിന്തിച്ച് മൗനിയായിരുന്നു. ആഹാരം തയ്യാർ ചെയ്ത് ഗുരുവിനെ ക്ഷണിക്കാൻ വന്ന എല്ലാ പ്രമാണിമാരും ഗുരു ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാത്തതിൽ വളരെ ആകുലചിത്തരായി. ഈ അവസരത്തിൽ ആ നായർ പ്രമാണി ഗുരുവിനെ ക്ഷണിച്ചുകൊണ്ട് പോകുവാനായി പ്രത്യേകം ഒരുക്കിയ വള്ളത്തിൽ കായൽ കടവിലെത്തി. അവിടെ നിന്ന് അയാൾ വളരെ ധൃതിയിൽ ഗുരു എഴുന്നള്ളിയിരിക്കുന്നിടത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ, നമ്മെ ഊണിന് ക്ഷണിക്കാൻ ആള് വരുന്നു എന്ന് ഗുരു പറഞ്ഞു. ഗുരു ഈ ആളുടെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് തങ്ങളുടെ ക്ഷണം സ്വീകരിക്കാതിരുന്നതെന്ന് മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായി. അയാൾ ഗുരുവിനെ ഭക്ത്യാദരപൂർവം നമസ്കരിച്ചിട്ട് ഊണിന് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഗുരു ചോദിച്ചു, എല്ലാവർക്കും ആഹാരം ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? എത്ര പേർ വന്നാലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രമാണി പറഞ്ഞു. ഗുരുവും ശിഷ്യാദി പരിവാരങ്ങളും അയാളുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. ഗുരുവിന് പ്രത്യേകം ഇലയിട്ട് പ്രമാണി തന്നെ ഭക്തിപൂർവം ഭക്ഷണം വിളമ്പി നൽകി. ഗുരു ഉണ്ടതിന് ശേഷം അവശേഷിച്ച ആഹാര സാധനങ്ങൾ ആ പ്രമാണി ആ ഇലയിൽ നിന്ന് തന്നെ എടുത്ത് ഭക്ഷിച്ചു. ഗുരുവിൻ്റെ ഉച്ഛിഷ്ടം ഉണ്ട് കഴിഞ്ഞിട്ട് ആ പ്രമാണി 25 രൂപ ഗുരുവിന് പാദ കാണിക്ക വെച്ച് നമസ്കരിച്ച് ആനന്ദചിത്തനായി. അങ്ങനെ തൻ്റെ ഗുരുവിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക എന്ന ആ വ്രതം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ അത്യധികം ആനന്ദചിത്തനായി. നന്ദി, നമസ്തേ.